രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മറവിൽ ലഹരി ഇടപാടും മദ്യക്കടത്തുമാണ് പണി. യൂത്ത് ലീഗ് നേതാവ് അബ്ദുൾ ഷഫീഖ് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ ഏർപ്പാട്. പിടിക്കപ്പെട്ടാൽ പാർട്ടിയുടെ സംരക്ഷണം. കാസർഗോഡ് ആറങ്ങാടിയിലെ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവ് ഷഫീഖിനെ 2019 ലഹരി മരുന്നും ഇതര സംസ്ഥാന മദ്യവുമായി കയ്യോടെ പിടികൂടിയിട്ടും നേതൃത്വം അയാളെ സംരക്ഷിച്ചു. എന്നാൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന ഇതുപോലുള്ള നേതാക്കളെ അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? ലഹരി കേസിൽ ഷഫീഖിന് കോടതി 7 വർഷം കഠിന തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. പ്രതി 1 ലക്ഷം രൂപ പിഴയും ഒടുക്കണമെന്നാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. ലഹരി മരുന്നും ഇതര സംസ്ഥാന മദ്യവും കടത്തിയ കേസിലാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ആറങ്ങാടി സ്വദേശി അബ്ദുൾ ഷഫീഖിനെയാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 7 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക കഠിന തടവും അനുഭവിക്കണം. യൂത്ത് ലീഗ് ആറങ്ങാടി ശാഖാ പ്രസിഡന്റാണ് അബ്ദുൾ ഷഫീഖ്. 2019 ഫെബ്രുവരി 13 കേസിനാസ്പദമായ സംഭവം. കർണാടക സുള്ളിയിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ നിന്നാണ് മയക്കുമരുന്നുകളും മദ്യക്കുപ്പികളും പിടികൂടിയത്. ആദൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുണ്ടാറിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാളിൽ നിന്നും 13 ഗ്രാമോളം മെത്താഫിറ്റാമിനും 2 കുപ്പി കർണാടക നിർമ്മിത വിദേശ മദ്യവും പിടികൂടിയിരുന്നു. ആദൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ മാത്യു എം.എ, A.V. ജോൺ എന്നിവരാണ് അന്വേഷണം നടത്തിയത്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇൻസ്പെക്ടറായിരുന്ന പ്രേം സദനാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സാനു എസ് പണിക്കറാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി വേണുഗോപാലൻ ഹാജരായി. ന്യൂസ് 18 കാസർഗോഡ്.